Welcome to Nathoons Nest. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 3 ടൈപ്പ് ഇഷ്ടു ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണ് നമുക്ക് വൈറ്റ് ഇഷ്ടു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലോട്ടൊരു സവാളയും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഫസ്റ്റ് പാല് നമ്മൾ അവിടെ മാറ്റി വെക്കണം. എന്നിട്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് സെക്കൻഡ് പാലാണ്. ആദ്യം നമ്മൾ എടുക്കുന്ന പാല് നമ്മളവിടെ മാറ്റി വെക്കണം. എന്നിട്ട് രണ്ടാമതൊന്നും കൂടെ നമ്മൾ അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അതും കൂടെ ഇട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ സമയത്ത് ഞാൻ അതിലുള്ള പച്ചമുളകൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ അറിയാതെ എങ്ങാനും കടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്കൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയാവും. അപ്പം അത് ഈ സമയത്ത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല പേസ്റ്റാക്കി എടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഫസ്റ്റ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആദ്യം എടുത്ത തേങ്ങ പോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യണം. പക്ഷേ നമ്മളത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവൂ. നല്ല ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉപ്പും കൂടെ നമ്മൾ ചെക്ക് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് ഇഷ്ടു റെഡിയായി. നമുക്ക് കടുക് വറുത്തിട്ടുണ്ട്, പണികളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പമാണ്. വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമുക്ക് റെഡ് ഇഷ്ടു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെഡ് ഇഷ്ടു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം പൊട്ടാറ്റോ വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 2 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ആദ്യം വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള അത്യാവശ്യം വഴന്ന് വരുമ്പോൾ നമ്മളൊരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയും പച്ചമുളകുമാണ്. ഞാൻ ഒരു പച്ചമുളകും പിന്നെ ഒരു തക്കാളിയാണ് ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. അത് പച്ചമുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ച് കഴിച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും വേവിക്കേണ്ട, കുറച്ച് സമയം വേവിച്ചെടുക്കാൻ പറ്റും.
ഇനി നമ്മൾ പൊട്ടാറ്റോ വേവിച്ചത് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെഡ് ഇഷ്ടും റെഡിയായി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇഷ്ടുവിന് പറ്റിയ ഏറ്റവും നല്ല കോമ്പിനേഷന് ദോശ അതുപോലെ ചപ്പാത്തിയൊക്കെയാണ്. അപ്പം ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള യെല്ലോ ഇഷ്ടു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു സവാളയും അതുപോലെ ചെറിയൊരു തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. തക്കാളി അധികം ഇട്ട് കൊടുക്കണ്ട. തക്കാളി ചെറുതാണെങ്കിൽ, വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1/2 പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റൗവിൽ വെക്കുന്നത്. നമ്മൾ അല്ലാതെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി ഈ വേവിച്ചെടുത്ത പൊട്ടാറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പച്ചമുളകൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി അടുത്തതായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കടുക് ഇടുക. അതുപോലെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഈ ഇഷ്ടയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കടുക് വറുത്തൊഴിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ തേർഡ് ഇഷ്ടം റെഡിയായി. ഈ ഇഷ്ടുവിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷന് പൂരിയാണ്. പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചിലവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Thank you.